പിന്തുണയ്ക്കുന്ന നയം മാറ്റാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ അവർ ഇനി ലോകത്തിന്റെ ഭൂപടത്തിൽ കാണില്ല. പാകിസ്ഥാന് കനത്ത മുന്നറിയിപ്പുമായി ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി രംഗത്തെത്തിയിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദവും ഇന്ത്യക്കെതിരെയുള്ള പ്രകോപനങ്ങളും പാകിസ്ഥാൻ ഇനിയും തുടരുകയാണെങ്കിൽ രാജ്യം നേരിടേണ്ടി വരിക വൻ നാശമായിരിക്കുമെന്നും വ്യക്തമാക്കി. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നയം മാറ്റാൻ പാകിസ്ഥാൻ തയ്യാറായില്ലെങ്കിൽ അവർ ഇനി ലോകത്തിന്റെ ഭൂപടത്തിൽ തുടരണോ അതോ വെറും ചരിത്രമായി മാറണോ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്ന അതീവ ഗൗരവമുള്ള സൈനിക സന്ദേശമാണ് കരസേനാ മേധാവി നൽകിയിരിക്കുന്നത്. ദില്ലിയിലെ മനോഷ സെന്ററിൽ യൂണിഫോം അൺവെയിൽഡ് എന്ന സംവേദനാത്മക ചടങ്ങിൽ സംസാരിക്കവെയാണ് പാകിസ്ഥാന്റെ ഭീകരവാദ അജണ്ടകൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചത്. ഇന്ത്യക്കെതിരെയുള്ള ഏത് നീക്കത്തിനും ഇന്ത്യൻ സായുധ സേന നൽകാൻ പോകുന്ന മറുപടി അത് ശക്തമായിരിക്കുമെന്ന വ്യക്തമായ സൂചനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. കഴിഞ്ഞ വർഷം അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം വിജയകരമായി നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ ഇന്ത്യൻ ആർമിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന ചോദ്യത്തോടായിരുന്നു കരസേനാ മേധാവിയുടെ ഈ വൻ പ്രതികരണം. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ മുൻപും താൻ ഇതേ നിലപാട് തന്നെയാണ് വ്യക്തമാക്കിയതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തോടും രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള നുഴഞ്ഞുകയറ്റത്തോടും ഇന്ത്യക്ക് ഇനി സീറോ ടോളറൻസ് നയമാണ് ഉള്ളതെന്നും പാക് മണ്ണിൽ വളരുന്ന ഭീകരതയെ അവിടെ തന്നെ അടിച്ചമർത്താൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടിവരയിട്ടു പറഞ്ഞു. ഇന്ത്യയുമായി സമാധാനപരമായ നയതന്ത്ര ബന്ധമല്ല, മറിച്ച് നിഴൽ യുദ്ധമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമായിരിക്കും. പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള കരസേനാ മേധാവിയുടെ ഈ വൻ താക്കീത് ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാൻ വീണ്ടും ഭാരതത്തെ ദുഷ്ടലാക്കോടെ നോക്കിയാൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത പലതും സംഭവിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ജയ്പൂരിൽ ഒരു വലിയ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഭീകരത ഒരു സാഹചര്യത്തിലും അനുവദിക്കില്ലെന്നും ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഒരു വർഷം പൂർത്തിയാക്കി. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരർ നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിട്ടപ്പോൾ രാജ്യം മുഴുവൻ രോഷാകുലരായി. ഇതിനെ തുടർന്ന് ഭാരതം നിർണായകമായ പ്രതികരണം നൽകി, ശത്രുവിനെ സ്തംഭിപ്പിച്ചു. ഭാരതം ഇനി നിശബ്ദത പാലിക്കുന്ന ഒരു രാജ്യമല്ലെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശത്രുവിന്റെ വീട്ടിൽ കയറി ആക്രമണങ്ങളെ നേരിടും. ഒരു അതിർത്തിക്കും നമ്മെ തടയാൻ കഴിയില്ല. പ്രതിരോധ മന്ത്രി തന്റെ പ്രസംഗത്തിന്റെ വീഡിയോയ്ക്കൊപ്പം എക്സിൽ കുറിച്ചതാണിത്. ഭാരതത്തിന്റെ ഉറച്ച ഭീകരവിരുദ്ധ നിലപാട് എടുത്തു കാണിച്ചുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഭീകരതയ്ക്കെതിരെ രാജ്യം ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് സ്വീകരിച്ചു വരുന്നതെന്നും സിംഗ് പറഞ്ഞു. ഇന്ത്യയുടെ സൈനിക പ്രതികരണത്തിൽ ഒരു പുതിയ അധ്യായം സൃഷ്ടിച്ച ചരിത്ര ദൗത്യമാണിതെന്ന് അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ പ്രശംസിച്ചു. ഞങ്ങൾ ആരെയും പ്രകോപിപ്പിക്കുന്നില്ല, എന്നാൽ ആരെങ്കിലും നമ്മെ പ്രകോപിപ്പിച്ചാൽ ഞങ്ങൾ അവരെ വെറുതെ വിടില്ല. ഭീകരതയ്ക്കെതിരായ ഭാരതത്തിന്റെ പ്രതികരണം ഇപ്പോൾ വേഗത്തിലും നിർണായകവുമാകുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.